നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. സെൽറ്റ വിഗോയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ നേടിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ 2 ഗോളുകളുടെ ലീഡ് എടുത്തുകൊണ്ട് FC ബാഴ്സലോണ വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് മാർക്ക് കസാഡോ വഴങ്ങിയ റെഡ് കാർഡാണ് കാര്യങ്ങളെ മാറ്റിമറിച്ചത്. അതോടുകൂടി ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു. മത്സരത്തിൽ ലാമിൻ യമാൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് പരിക്കായിരുന്നു. മത്സരത്തിൻ്റെ 15-ാം മിനിറ്റിൽ റാഫീഞ്ഞയാണ് FC ബാഴ്സലോണക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. ഹോൾസ്കൂണ്ടയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു റാഫീഞ്ഞയുടെ ഗോൾ പിറന്നത്. പിന്നീട് രണ്ടാം പകുതിയിൽ 61-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി കൂടി ഗോൾ വല കുലുക്കുകയായിരുന്നു. അതായത് ഈ സീസണിലെ 15-ാമത്തെ ഗോളാണ് ലെവൻഡോസ്കി സ്വന്തമാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഫിനിഷിംഗ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈയൊരു 2 ഗോളുകളുടെ ലീഡിലായിരുന്നു പിന്നീട് ബാഴ്സലോണ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ 75-ാമത്തെ മിനിറ്റിൽ മാർക്ക് കസാഡോ ഒരു യെല്ലോ കാർഡ് വഴങ്ങി. പിന്നീട് 7 മിനിറ്റിന് ശേഷം അദ്ദേഹം ഒരു യെല്ലോ കാർഡ് കൂടി വഴങ്ങുകയായിരുന്നു. അങ്ങനെ അത് റെഡ് കാർഡായി മാറി. ഇതോടെ FC ബാഴ്സലോണ 10 പേരായി ചുരുങ്ങി. പിന്നീട് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 84-ാം മിനിറ്റിൽ അൽഫോൺ ഗോൺസാലസ് സെൽറ്റ വിഗോക്ക് വേണ്ടി ഒരു ഗോൾ തിരിച്ചടിച്ചു. 2 മിനിറ്റുകൾക്ക് ശേഷം അഥവാ 86-ാമത്തെ മിനിറ്റിൽ ഹ്യൂഗോ അൽവാരസ് കൂടി ഒരു ഗോൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സരം 2-2 എന്ന നിലയിൽ ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ 2 ടീമുകളും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. സെൽറ്റ വിഗോയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. 15 ഷോട്ടുകൾ അവർ ആകെ ഉതിർത്തിട്ടുണ്ട്. 8 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉണ്ട്. FC ബാഴ്സലോണയെ വിറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് സെൽറ്റ വിഗോ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് എന്നർത്ഥം. നിലവിൽ ബാഴ്സ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. 14 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റാണ് അവർക്കുള്ളത്. എന്നാൽ അവസാനത്തെ 2 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അവർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.